ട്രോൾ വീഡിയോ നിർമ്മിക്കാൻ ബൈക്ക് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ പോലീസും കേസെടുത്തു. വാഹനം ഓടിച്ച് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയും അതിനുശേഷം അത് ട്രോൾ വീഡിയോ ആയി പുറത്തിറക്കി പരമാവധി ഹിറ്റുകൾ നവമാധ്യമങ്ങളിൽ വാങ്ങാനുള്ള നീക്കത്തിലായിരുന്നു യുവാക്കൾ. അത് പറയുന്ന ആൾക്കാരുടെ മുഖം കേട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് കണ്ട പോലെ ആവുമെന്ന് ഇടിച്ച് കേട്ടിട്ട് നേരത്തെ പ്ലാൻ ചെയ്യുന്ന ഒളിച്ചിരുന്ന് കേട്ട് റിപ്പോർട്ടർ ഉണ്ടല്ലോ, റിപ്പോർട്ടറും ക്യാമറമാനും കൂടി ഇവിടെ ഏതോ മരത്തിന്റെ മണ്ടക്ക് കയറിയിട്ട് ഇവൻ പറയുന്നില്ല ഒളിച്ചിരുന്ന് കേട്ട് എടാ നമുക്ക് ആ പുള്ളി ഇടിച്ചിട്ട് ഒളിച്ച് കേട്ടാൻ പോയി. എടാ മനഃപൂർവ്വം ഇടിക്കാനാണെങ്കിൽ അവന്മാർ വണ്ടി തന്നെ കൊണ്ട് ഇടിച്ചേറ്റാൽ പോരെ, പിന്നെ വെറുതെ നാട്ടുകാരുടെ വണ്ടി കൊണ്ട് ഇടിച്ചേറ്റുന്നത് അവന്മാർക്ക് കൃത്യം അറിയും. ഈ ഒരു സമയത്ത് കേരളത്തിൽ ഒരു ബൈക്ക് എവിടെ നിന്ന് തട്ടിയ 200 cc മേളിൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തട്ടിയ നാട്ടുകാർ കയറി നമ്മുടെ ആ ബൈക്ക് ഓടിക്കുന്ന ആളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും അവന്റെ മെക്കിട്ട് കയറത്തുള്ളെന്ന് മിക്കവർക്കും അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇത് ഒളിച്ചിരുന്ന് ഇത് കേട്ട റിപ്പോർട്ടർ ഒളിച്ചിരുന്ന് കേട്ട് ഏതോ ഒരു ഇടയിൽ പോയി ഇതിന്റെ ഇടയിൽ ഇരുന്നിട്ട് അവൻ ഒളിച്ചിരുന്ന് കേട്ട് ഇവർ ഈ പറയുന്നുണ്ട്. അവൻ അതാണ് കൊണ്ട് സ്റ്റാൻഡിലേക്ക് കൊടുപ്പെടുത്തിയിട്ടിരിക്കുന്നത്. നല്ല മാധ്യമ ധർമ്മമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിൽ നങ്ങ്യാറുകുളങ്ങര ഹരിപ്പാട് ഭാഗത്ത് 118 കിലോമീറ്റർ വേഗതയിൽ പായുന്നതിന്റെ ദൃശ്യവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെ കായംകുളത്തെ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡ് നടപടിയെടുക്കുകയായിരുന്നു. വെഹിക്കിളും പോലീസുകാരും കാണിച്ചത് അവരാ നിയമം ബൈക്ക് സ്പീഡിൽ ഓടിക്കാൻ പാടില്ല, അതിനെതിരെ ഒരു നടപടി പോലീസുകാരെടുത്തു, MVD എടുത്തു. അത് നിയമം അതിന്റെ വഴി. പക്ഷെ എന്നാലും ഈ ന്യൂസിൽ പറയുന്ന പോലീസുകാരും MVD പറയുന്നത് ഇതൊരു മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ്, കാരണം അവന്ന് ഇടിച്ച് പിഴുത് വേണം നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് കൺഫസ് ചെയ്യിക്കാം. അല്ലാതെ അവർ പറയുന്നില്ല മനഃപൂർവ്വം ഇടിച്ചതാണെന്നുള്ള തെളിവ് നിങ്ങളുടെ ഇല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ കള്ളത്തിനെ കാണിച്ച് ന്യൂസ് വാല്യൂ ഉണ്ടാക്കുക, അതൊക്കെ വെറും മോശമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ട്രോളന്മാരോട് നിങ്ങൾ ട്രോളിക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഈ റൈഡ് റോളി എന്ന് വിളിച്ച് ട്രോളെന്ന് കുറെ പേര് കണ്ടിട്ടുണ്ട്. എടാ നീയൊക്കെ റൈഡ് പോയിട്ടുണ്ടോ? ഈ റൈഡ് റോളിൽ നിന്ന് വിളിച്ച് ഹോളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു ബൈക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാനും അതിന്റെ മെയിൻ്റനൻസ് നോക്കിയും പെട്രോൾ അടിച്ച് റൈഡ് പോയും എല്ലാ കാര്യം എൻജോയ് ചെയ്യുന്ന ഓരോരുത്തരാണ് വിളിച്ച് കളിയാക്കുന്നത്. നീയൊക്കെ ഒരു ഫോണും പിടിച്ചിട്ട് എന്തെങ്കിലും കുറെ ഒരു വീഡിയോ കിട്ടുന്ന അതിന് പറ്റിയ ഒരു കഴിവാണ്, അതൊരു കലയാണ്, അവർക്ക് സംബന്ധിച്ച് അതിന് പറ്റിയ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് റൈഡ് റോളിൽ നിന്ന് പേര് വിട്ടു. അപ്പൊ നീ ആരാ ട്രോൾ ഓളിയോ? അപ്പൊ നിന്നെ എന്ത് വിളിക്കണം? നീ എപ്പോ എന്ത് വിളിയാ? അപ്പൊ എന്തോന്നാടാ ഒരു ബോധം വേണ്ട നീയൊക്കെ കാണിക്കുന്നതില്. ആദ്യം ഒരു മറനാടനോ പ്രാന്തന ഏതോ ഒരു മറനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലാണ് ആദ്യം വീഡിയോ വന്നത്. മറനാടൻ മലയാളി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്, അവരെന്തോ കണ്ടിട്ടാ ഇതിട്ടത്. അതിന് വല്ല അവരെന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ആ വീഡിയോ ഇട്ടത്. മലയാളി എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. ഇവർക്കേ വരത്തുള്ളൂ. ന്യൂസുകാർ കാണിച്ചത് ഒരുമാതിരി നിങ്ങളുടെ മാധ്യമ ധർമ്മത്തിന് എതിരെയുള്ള പരിപാടിയാണ്. കാരണം നിങ്ങൾ അതിനകത്ത് എന്ത് കാര്യം വെച്ചിട്ടാണ് ഇവന്മാരെ മനഃപൂർവ്വം ആ വണ്ടി മീൻസ് ഈ ബൈക്ക് മനഃപൂർവ്വം ആ വൃദ്ധന്റെ പുറകെ കൊണ്ട് മനഃപൂർവ്വം ഇടിച്ചു കയറ്റുകയാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ എന്ത് തെളിവുണ്ട്? ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി വരുന്ന സ്പീഡും ആ ഇടിക്കുന്ന സ്പീഡും, കാരണം ആ വണ്ടി വന്നിട്ട് ഇടിക്കുന്നു, അവൻ വന്ന സ്പീഡിൽ ഇടിക്കുവാണെങ്കിൽ അയാൾ തെറിച്ചു പോകും. മാക്സിമം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും ചവിട്ടി പിടിച്ച വണ്ടി കൊണ്ടുവരുന്നത്. ആ ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ളത് ബൈക്ക് ഓടിക്കാൻ അറിയാത്തവന് ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള ബാക്ക് ബ്രേക്ക് ആയിരിക്കും, അല്ല ലെഫ്റ്റ് ഹാൻഡ് ക്ലച്ചാണ്. മീൻസ് ആ ക്ലച്ച് പിടിച്ചിരിക്കുന്ന എഞ്ചിൻ ബ്രേക്ക് ചെയ്ത് മാക്സിമം ഡിസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. വണ്ടി മാക്സിമം പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട്, എന്നിട്ട് ഇടിക്കുകയായിരുന്നു അവിടെ. ഇത് പോലീസുകാരും MVD പറയുന്നുണ്ട് മനഃപൂർവ്വം ട്രോൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇടിച്ചു കയറ്റുകയാണ്. സാറുമാരെ നിങ്ങളുടെ എന്ത് തെളിവുണ്ട്? അവന്മാര് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയാണെന്ന് എന്ത് തെളിവുണ്ട്? അവരെ ഏറ്റു പറഞ്ഞോ? മീൻസ് അവർ കൺഫസ് ചെയ്തോ? ചെയ്തിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചു കയറ്റി എന്ന് പറയുന്നത്? അവകാശം. ഈ ന്യൂസുകാർക്ക് എന്തും വിളിച്ചു പറയാമോ? ഈ ന്യൂസ് കണ്ടിട്ട് ഇത് വിശ്വസിച്ചുള്ള ഒറ്റ കാര്യം പറയാനുള്ളൂ, കൊറോണ അപ്ഡേഷൻ ഇപ്പൊ വലിയ വാല്യൂ ഒന്നും ഇല്ല ന്യൂസിൽ. പിന്നെ MVD ഓടി വന്നത് ഇപ്പൊ മറ്റേ കാറിന്റെ സൈഡിൽ ഒട്ടി സ്റ്റിക്കർ അത് പൊളിക്കാനും പെറ്റിയടിക്കാനും പറ്റുന്നില്ല. അപ്പൊ കിട്ടിയ സമയത്ത് ഉമാരെ കണ്ട് ഓടി വന്ന് ആക്ഷനും എടുത്ത് ലൈസൻസും RC ബുക്കൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പോയി. ന്യൂസുകാർക്കാണെങ്കിൽ ന്യൂസ് ഒന്നും കിട്ടാതെ ചൊറിയും കുത്തിയിരിക്കുന്ന കുറെ ന്യൂസ് ഒരുമിച്ച് കയറി പിടിച്ചിട്ട് അത് സൂപ്പർ ബൈക്ക് ആക്കുന്നു, അതിന്റെ സ്പീഡ് കൂട്ടുന്നു, മനഃപൂർവ്വം ഇടിക്കുന്നു, അപകടം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്യുന്നു. ഇതൊക്കെ എന്നാ പിന്നെ ഞാൻ ഇവിടെ ഒരു പച്ച ഷീറ്റ് വെച്ചിട്ട് ഇവിടെ ന്യൂസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി ഞാനും കുറെ അങ്ങ് തള്ളിവിടാം. ഇത് ഈ നെഗറ്റീവ് കാണിച്ചിട്ട് കുറെ നെഗറ്റീവ് ഓളികൾ വന്ന് കുറെ വീഡിയോ അങ്ങ് ഇറക്കുകയാണ്. ആ പിള്ളേരുടെ വീട്ടിൽ അവന്മാര് എന്ത് തെറ്റ് കേട്ടോ അവന്മാരുടെ അക്കൗണ്ട് കയറ്റി വെക്കുന്നത്. ആ വണ്ടി ബ്രേക്ക് പിടിക്കുമെന്ന് കണ്ടാൽ മനസ്സിലാവും അവൻ നല്ലോണം ചവിട്ട് നിർത്തി നോക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അവനെ ഇടിച്ചിട്ട് ആ വണ്ടി എടുത്തിട്ട് പോയായിരുന്നെങ്കിലും അവർക്ക് അവനെ ഒരിക്കലും ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റത്തില്ല.
നമുക്കല്ലാതെ 2 സെഗ്മെന്റ് ആണ്, പവർഫുൾ ബൈക്കാണ്. അവനത് ചെയ്തിട്ടില്ല. അവരവിടെ നിന്ന് അവന്റെ ആ കാര്യമെല്ലാം പറഞ്ഞിട്ട് അവൻ പോയിട്ടുള്ളത്. ഇനി ഇത് മനഃപൂർവ്വമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവെന്ത്? എന്താണ് അത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ആ ഓഡിയോ ആണോ? ആ ഓഡിയോ ഓക്കെ, ആ സിനിമയിലെ സാഹചര്യം മനഃപൂർവ്വമാണ്. അതിൻ്റെ അകത്ത് മുകേഷ് എന്താണ് ശരി വരുന്നു, മുകേഷ് ജഗദീഷിനോട് പറയാണ് ചെന്ന് എന്താ പുള്ളിയെ തട്ടിയിടുക അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഇതാണ് ആ സിറ്റുവേഷൻ. ഓക്കെ, പക്ഷെ അതെടുത്ത് ഇതിലൊരു ഓഡിയോ വെച്ചെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് മനഃപൂർവ്വമാക്കുന്നത്? അതാണ് ഇവിടെ അറിയാത്തത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സംഭവം ഈ ന്യൂസുകാർ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ വെറും മണ്ടത്തരമാണ്. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ആർക്കും പറയാമല്ലോ. അപ്പൊ നിങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായമായിട്ട് അങ്ങ് പൊലിപ്പിച്ചല്ലോ, ഇത് മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചു കയറ്റിയാണ്. അപ്പൊ എൻ്റെ അഭിപ്രായം പറയുക, അവന്മാർ മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതല്ല. ഓക്കെ, അത് നിങ്ങളാണ് അതങ്ങ് പൊലിപ്പിച്ച് കയറ്റി. ന്യൂസ് അങ്ങനെയാണല്ലോ പണ്ട്, എന്ത് കിട്ടില്ലെങ്കിൽ പൊലിപ്പിച്ച് കയറ്റി വിടും. കാര്യം വേറെ ന്യൂസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചാനലാണ്. റിയാക്ഷൻ തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഫ്രണ്ട് സൈനിങ് ഔട്ട്. ബൈ.